ഹലോ എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ചില ആളുകൾ പറയുന്ന ഏറ്റവും വലിയൊരു പരാതിയാണ്, എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി വളരെയധികം ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഞാനുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അവർ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ കമ്മിറ്റഡ് ആവാൻ താല്പര്യമില്ല എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ അവർക്ക് തോന്നുന്നത്? പലപ്പോഴും അത് അവരുടെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കില്ല, നിങ്ങൾ തന്നെ ചെയ്യുന്ന ചില മിസ്റ്റേക്ക് കാരണമായിരിക്കും അവർക്ക് അങ്ങനെയുള്ള ഒരു തോന്നലിലേക്ക് അവരെത്തുന്നത്. എന്തൊക്കെയാണ് ഈ മിസ്റ്റേക്ക് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും അതിനൊരു ചേഞ്ച് വരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ ഒതന്റിക് ആയിട്ട് ജെന്യൂൻ ആയിട്ട് അവർ തന്നെ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി ആ റിലേഷൻഷിപ്പിലേക്ക് കമ്മിറ്റഡ് ആകും. സോ എന്തൊക്കെയാണ് മിസ്റ്റേക്ക് എന്നുള്ളത് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പേഴ്സണൽ ബൗണ്ടറീസ് ഒന്നും കീപ്പ് ചെയ്യാതെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരുവിധ ബൗണ്ടറീസും നിങ്ങളുടെ ലൈഫിൽ ഇല്ല, പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ വളരെ വലിയൊരു സേഫ് സ്പേസ് ആയി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുക എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് നിങ്ങൾ മറ്റൊരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ഒരു കാര്യത്തിലും നിങ്ങൾ എൻഗേജ്ഡ് അല്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എപ്പോൾ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് നിങ്ങൾ അവൈലബിൾ ആകുന്നുണ്ട്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് അത്രയധികം നിങ്ങൾ ഓവർ ഗിവ് ചെയ്യുന്നുണ്ട്. അതെന്ത് കാര്യം ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ടൈം ആയിക്കൊള്ളട്ടെ, എനർജി ആയിക്കൊള്ളട്ടെ, ലവ് ആയിക്കൊള്ളട്ടെ. സോ ഇത്തരത്തിലെല്ലാം ഓവർ ഗിവിങ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു പേഴ്സണൽ ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്നില്ല. നോ പറയേണ്ട സാഹചര്യങ്ങളിൽ നോ പറയാതെ, അല്ലെങ്കിൽ അതിനുള്ള ഒരു കറേജ് പോലും കാണിക്കാതെയാണ് ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് തോന്നുന്ന ഒരു കാര്യം, ഒരു പേഴ്സണൽ ബൗണ്ടറി കീപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ ബൗണ്ടറി ഇല്ല, ലാക്ക് ഓഫ് പേഴ്സണൽ ബൗണ്ടറി തന്നെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഫീൽ ചെയ്യുക, മനസ്സിലാക്കാനും സാധിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കൺവീനിയന്റ് ആയിട്ടായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുക. അല്ലാതെ കമ്മിറ്റഡ് ആകണം എന്നുള്ള ഒരു ആഗ്രഹമല്ല അവിടെ വരുന്നത്. പകരം എപ്പോഴും അവർക്ക് ഈസിയാണ്, അല്ലെങ്കിൽ നിസ്സാരമാണ് എന്ത് കാര്യമാണെങ്കിലും. അതുകൊണ്ട് തന്നെ ഈ ഒരു മിസ്റ്റേക്കാണ് പലപ്പോഴും അവർ കമ്മിറ്റഡ് ആകാതെ പോകുന്നതിൻ്റെ ഒരു റീസൺ. രണ്ട്, നിങ്ങൾ വളരെയധികം നീഡി ആയിട്ടാണ് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ആവശ്യമാണ് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഇഷ്ടം, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വാലിഡേഷൻ എപ്പോഴും സീക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഇംപ്രഷൻ നേടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം നേടുന്നതിന് വേണ്ടി, അവരുടെ അഭിപ്രായങ്ങൾക്കെല്ലാം നിങ്ങളും എഗ്രി ചെയ്യുന്നു. ഇത്തരത്തിൽ നിങ്ങൾക്കൊരു ആസ് എ പേഴ്സൺ എന്ന രീതിയിൽ യാതൊരുവിധ അഭിപ്രായങ്ങളില്ല, ഒരു സ്റ്റാൻഡ് ഇല്ല. അവരെന്താണോ പറയുന്നത് അത് തന്നെ ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് നിങ്ങൾ കൂടുതലായിട്ട് ബിഹേവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക്. ബിക്കോസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കാണെങ്കിലും ഇത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു തോന്നല് അവരിൽ ഉണ്ടാകില്ല ഈ ഒരു കാര്യം നിങ്ങൾ കണ്ടിന്യൂസ് ആയി ചെയ്യുന്ന സമയത്ത്. സോ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡ് തന്നെ ആയിരിക്കണം നിങ്ങളിൽ നിന്നും എപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഫീൽ ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ്, നിങ്ങൾ ഓവർ ഗിവ് ചെയ്യുന്ന ആളാണ്. ഓവർ ഗിവ് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങളൊന്നും റിസീവ് ചെയ്യാൻ തയ്യാറല്ല, അല്ലെങ്കിൽ റിസീവ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ കൂടി ആവശ്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കും അതിനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. ഒരു വൺ സൈഡഡ് അല്ലല്ലോ എപ്പോഴും റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ, ഒരു ടു സൈഡഡ് ആണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും നിങ്ങൾക്കും ഒരുപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ ഗ്രോ ചെയ്യാൻ സാധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെയല്ലാതെ നിങ്ങൾ എപ്പോഴും ഓവർ ഗിവ് ചെയ്യുന്ന ആളാണ്, ഒന്നും റിസീവ് ചെയ്യാൻ നിങ്ങൾ വൃത്തിയല്ല, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന രീതിയിലാണ് നിങ്ങളുടെ ആക്ഷൻസ്, ആ രീതിയിലാണ് നിങ്ങൾ മെസ്സേജ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് മൂന്നാമത്തെ വലിയൊരു മിസ്റ്റേക്ക്. ഇവിടെ പലപ്പോഴും നിങ്ങൾ ചെയ്യുന്നത് അവരെ ഓവറായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓവറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് എന്നുള്ളത് കൂടുതലായിട്ട് അവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇങ്ങനെ ഓവർ ഗിവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ജെന്യൂനായി, അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവിങ് ആയിട്ടുള്ള ഒരു കാര്യവും റിസീവ് ചെയ്യാനുള്ള ഒരു ഓപ്പൺനെസ്, അല്ലെങ്കിൽ ആ റിസീവ് മെന്റാലിറ്റി നിങ്ങൾ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതും നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള റിലേഷൻഷിപ്പിൽ സ്റ്റേ ചെയ്യണം എന്നുള്ള ഒരു തോന്നല് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ ഉണ്ടാക്കുകയില്ല. മറിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന രീതിയിലാണ് തോന്നുക. അതുകൊണ്ട് തന്നെ ഓവർ ഗിവ് ചെയ്യുന്നതിന് പകരം ഗിവ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഒരുപോലെ പഠിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തുക. ഇനി നാലാമത്തെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആ മിസ്റ്റേക്ക് നോക്കുന്നതിന് മുൻപായി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങളെ ചേസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ സാധിക്കുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ് അഫർമേഷൻ. സോ അഫർമേഷൻ വേണ്ട ആളുകൾ, അതായത് ആ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
ചേസിങ് അഫർമേഷൻ എന്നുള്ളത് ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക, അഫർമേഷൻ അയച്ചു തരുന്നതാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 21 days പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. സോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ജെന്യൂൻ ആയിട്ട് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് കമ്മിറ്റഡ് ആയി വരും എന്നുള്ളതാണ്. സോ ഇനി 4ാമത്തെ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് നോക്കാം. അതാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അൺഅവൈലബിൾ ആണ്, എന്നിട്ടും നിങ്ങൾ അവരിലേക്ക് ഇമോഷണലി അവൈലബിൾ ആകുന്നു എന്നുള്ളത്. ചില ആളുകൾ പറയുന്നത് കേൾക്കാറില്ലേ, ആൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അത്ര ഒരു വലിയൊരു അറ്റൻഷൻ ഒന്നും നൽകുന്ന ആളല്ല, പക്ഷെ അത് മാറും, അല്ലെങ്കിൽ അത് ഞാൻ മാറ്റിയെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിനെ സെൽഫായിട്ട് ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതി. ഇവിടെ സ്വന്തമായ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ സ്വന്തം വാല്യൂ ഒന്നും മനസ്സിലാക്കാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ത് കാണിച്ചാലും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ആ റിലേഷൻഷിപ്പിൽ സ്റ്റേ ചെയ്ത് പോകുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് ആകണം എന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് തോന്നില്ല. ബിക്കോസ് ഇതെല്ലാം ചെയ്യുമ്പോൾ അവർക്കൊരു കൺവീനിയന്റ് എന്ന രീതിയിലാണ് തോന്നുന്നത്. ഒരിക്കലും കമ്മിറ്റഡ് ആകണം എന്നുള്ള ഒരു മനോഭാവത്തിൽ ഇത് തോന്നത്തില്ല. ഇത്രയും മിസ്റ്റേക്ക് ഒരുപക്ഷെ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല, അറിയാതെ വരുന്നതായിരിക്കാം. എന്തായാലും അറിഞ്ഞായാലും അറിയാതെയായാലും ഈ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഒരുപക്ഷെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് ഇഷ്ടമാണെന്ന് വരെ പറയുന്നുണ്ടായിരിക്കാം, പക്ഷെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന രീതിയിലേക്ക് സംസാരിക്കുന്ന സമയത്ത് അവർ ഓക്കെ അല്ല, അല്ലെങ്കിൽ അതിന് എഗ്രീഡ് അല്ല എന്ന രീതിയിൽ അവർ സംസാരിക്കും. സോ ഈ മിസ്റ്റേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട റീസൺ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണം, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.